ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷ് ആണല്ലോ അല്ലേ. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ എല്ലാ വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലേലിസ്റ്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് കുറച്ച് കുട്ടികൾ കമന്റ് ചോദിച്ചിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോം, വീഡിയോ, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി എന്നിങ്ങനെ കാണാം, എബൌട്ട് എന്നിങ്ങനെ കാണാം. അതിൽ ആ പ്ലേലിസ്റ്റ് എന്നുള്ളിടത്ത് പോയി നോക്കിയാൽ മതി കേട്ടോ. ആക്ടിവിറ്റി 1 ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെയായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും അത് തന്നെ ആയിരിക്കും വരിക. പുറത്തു നിന്നുള്ള ഒരു ലെസൺ തന്നിട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ പോയമോ എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമുക്കിവിടെ പോയം ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം റീഡ് ചെയ്ത് നോക്കാം. എ ലിറ്റിൽ ബർഡ് സോ സ്മോൾ ആൻഡ് ബ്രൈറ്റ് flies around the sky so light, chirping happily all day long, spreading cheer with its sweet song. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ലിറ്റിൽ ബർഡ് സോ സ്മോൾ ആൻഡ് ബ്രൈറ്റ്, ഒരു ചെറിയ പക്ഷി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പക്ഷി. ഫ്ലൈസ് അറൌണ്ട് ദ സ്കൈ സോ ലൈറ്റ്, പതിയെ എന്ത് ചെയ്യുന്നു, ആകാശത്തിന് ചുറ്റും പറക്കുന്നു. ചേർപ്പിംഗ് ഹാപ്പിലി ഓൾ ഡേ ലോങ്, എല്ലാ ദിവസം മുഴുവൻ അത് ചേർപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സന്തോഷത്തോടെ ചിലച്ചുകൊണ്ടിരിക്കുന്നു. സ്പ്രെഡിങ് ചിയർ വിത്ത് എ സ്വീറ്റ് സോങ്, എല്ലായിടത്തും മനോഹരമായ പാട്ട്, സോങ് പരത്തുന്നു. ഇൻ ട്രീസ് ഇറ്റ് ബിൽഡ്സ് അറ്റ് എ ടൈനി നെസ്റ്റ്, മരങ്ങളിൽ അതൊരു ചെറിയ കൂട് കൂട്ടുന്നു. സേഫ് ആൻഡ് വാം പ്ലേസ് ഇറ്റ് ലൈക്സ് ബെസ്റ്റ്, അതിന് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് പോലെ വാം ആയിട്ടുള്ള, അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു നെസ്റ്റ് ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ഫെദേഴ്സ് സോഫ്റ്റ്, ഇറ്റ്സ് ബീക്ക് സോ നീറ്റ്, അതിന്റെ ചിറകുകളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതിന്റെ ബീക്ക്, അതിന്റെ ചുണ്ട് എന്താണ്, സോ നീറ്റ്, നല്ല വൃത്തിയുള്ളതാണ്. ദ ലിറ്റിൽ ബർഡ് ഈസ് ഹാർഡ് ടു ബീറ്റ്, പക്ഷിയെ കണ്ടാൽ എന്താണ്, അതിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇൻ ദ മോർണിംഗ് ഗ്ലോ ഇറ്റ് സ്റ്റാർട്ട്സ് ദ ഡേ, പ്രഭാതത്തിന്റെ വെളിച്ചത്തില്, ഗ്ലോയില്, തിളക്കത്തിൽ അത് അതിന്റെ ദിവസം തുടങ്ങുന്നു. വിത്ത് ജോയ്ഫുൾ സോങ്സ് ഇൻ എവ്രി വേ, എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നു, സന്തോഷത്തോടെയുള്ള പാട്ടുകൾ പാടിക്കൊണ്ടാണ് ദിവസം തുടങ്ങുന്നത്. പേഴ്സ്ഡ് ഓൺ ബ്രാഞ്ചസ് ഹൈ ആൻഡ് ലോ, ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ചില്ലകളിലെല്ലാം എന്ത് ചെയ്യുന്നത്, സന്തോഷത്തിന്റെ പാട്ടുകൾ സ്പ്രെഡ് ചെയ്യുന്നു. ടീച്ചേഴ്സ് അസ് ഹൗ ഹാപ്പിനെസ് ക്യാൻ ഗ്രോ, എങ്ങനെ സന്തോഷം വളർത്തിയെടുക്കാമെന്ന് ഈ ചെറിയ പക്ഷി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയാലോ മക്കളെ. ക്വസ്റ്റ്യൻ 1, വാട്ട് ഡസ് ദ ബേർഡ് ഡു ഓൾ ഡേ അലോങ്, ഈ പക്ഷി എല്ലാ ദിവസവും എന്താണ് ചെയ്യുന്നത്? എ സ്ലീപ്സ് ഇൻ ദ നെസ്റ്റ്, ബി ചേർപ്സ് ഹാപ്പിലി, സി ഹൺസ് ഫോർ പ്രേ. അപ്പോ എന്താണ് ചേർപ്സ് ഹാപ്പിലി അല്ലെ, തേർഡ് ലൈൻ നോക്കൂ. ചേർപ്പിംഗ് ഹാപ്പിലി ഓൾ ഡേ ലോങ്, അപ്പൊ ചേർപ്സ് ഹാപ്പിലി. ക്വസ്റ്റ്യൻ 2, വേർ ഡസ് ദ ലിറ്റിൽ ബർഡ് ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ്, കൂട് കൂട്ടുന്നത്, ഈ പക്ഷി ചെറിയ കൂട് കൂട്ടുന്നത് എവിടെയാണ്? എ ഇൻ ദ വാട്ടർ, ബി ഇൻ ദ ട്രീസ്, സി ഇൻ ദ സാൻഡ്. എവിടെയാണ് പക്ഷി കൂട് കൂട്ടുന്നത്? ഇൻ ട്രീസ്, മരങ്ങളിലാണ് അല്ലെ. ക്വസ്റ്റ്യൻ 3, വിച്ച് വേർഡ് ഗിവ്സ് ദ ഐഡിയ ദാറ്റ് ദ നെസ്റ്റ് വാസ് സ്മോൾ, ഈ കൂട് വളരെ ചെറുതാണ് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി തരുന്ന വേർഡ് ഏതാണ്? എ വാം, വാം എന്ന് വെച്ചാൽ കുറച്ച് ഇളം ചൂട് എന്നാണ് അർത്ഥം. ബി സോഫ്റ്റ്, സോഫ്റ്റ് എന്ന് വെച്ചാൽ മൃദുലമായത്. സി ടൈനി, ടൈനി എന്ന് വെച്ചാൽ ചെറുത്, സ്മോൾ. അപ്പോൾ ഏതാണ് വേർഡ്? ടൈനി ആണ്. 4, ഹൗ ഡസ് ദ ബേർഡ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡേ, ഈ പക്ഷി അതിന്റെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡേ വിത്ത് ജോയ്ഫുൾ സോങ്സ് ഇൻ എവ്രി വേ, എല്ലായിടത്തും മനോഹരമായ സന്തോഷത്തിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് ഇതിന്റെ ദിവസം തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ 5, വാട്ട് ഡസ് ദ ലിറ്റിൽ ബർഡ് ടീച്ചേഴ്സ്, ഈ ചെറിയ പക്ഷി നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇറ്റ് ടീച്ചേഴ്സ് അസ് ഹൗ ഹാപ്പിനെസ് ക്യാൻ ഗ്രോ, എങ്ങനെ സന്തോഷം വളർത്താമെന്നാണ് ഈ പക്ഷി നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ലൈൻ കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് വീണ്ടും നമുക്ക് തന്നിട്ടുള്ള ആ പാർട്ടൊന്ന് വായിക്കാം. ആ പോയമാണോ അല്ലെങ്കിൽ സ്റ്റോറിയാണോ അതൊന്ന് വായിക്കാം. അപ്പൊ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും എന്ത്, നിങ്ങൾക്ക് കണ്ടെത്തേണ്ട ആൻസർ കേട്ടോ. ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. എഡിറ്റിംഗ് ആണ്. ആക്ടിവിറ്റി 2 എഡിറ്റിംഗ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വരും കേട്ടോ, ഒരു എഡിറ്റിംഗ് പാസേജ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ഇറ്റ്, നമുക്ക് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യുക. The next day, Saturday, was a holiday of the school. All the boys in the village was free. The sun was shining and the birds were singing. The flowers looked fresh and lovely.
ഇവിടെ 5 വേർഡ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, സാറ്റർഡേ. സാറ്റർഡേ ആണ്. അപ്പൊ സാറ്റർഡേ എന്താണ്? എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ വരിക. സാറ്റർഡേ. സാറ്റർഡേ വാസ് എ ഹോളിഡേ ഓഫ് ദ സ്കൂൾ. ഓഫ് ദ അല്ല, ഫോർ ദ സ്കൂൾ. സ്കൂളിന് ഹോളിഡേ ആണ് എന്നല്ല വരിക. സാറ്റർഡേ സ്കൂളിന് ഹോളിഡേ ആണ്. അപ്പോൾ ഫോർ ദ സ്കൂൾ. ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വാസ് ഫ്രീ. ഓൾ ദ ബോയ്സ്, ബോയ് അല്ല ബോയ്സ് ആണ്. അപ്പോൾ ഇവിടെ പ്ലൂരൽ ആണ്, അതുകൊണ്ട് വാസ് വരുമോ? ഇല്ല. പ്ലൂരലിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വേർ ആണ്. സോ വേർ ഫ്രീ. ഓൾ ദ ബോയ്സ് ഓഫ് ദ വില്ലേജ് വേർ ഫ്രീ. ദ സൺ വാസ് ഷൈൻ ആൻഡ് ദ ബേർഡ്സ് വേർ സിംഗിങ്. പക്ഷികള് പാട്ട് പാടുകയും സൂര്യന് ഷൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഷൈൻ അല്ല, ദ സൺ വാസ് ഷൈനിങ് and the birds were singing. Okay, the flowers looked fresh and lovely. ലവ്ലിയുടെ സ്പെല്ലിംഗ് ആണ് തെറ്റ്. LOVELY ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മളുടെ ഓരോ പുസ്തകത്തിലും പഠിച്ചിട്ടുള്ള, ഓരോ ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുള്ള എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ആക്ടിവിറ്റീസിൽ. ആ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കി പോവണേ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതായത് ആ എഡിറ്റിംഗ്, നമ്മൾ എന്തൊക്കെ എഡിറ്റിംഗ് ആണ് പഠിച്ചത്, ആ എഡിറ്റിംഗ് ആയിരിക്കും നമുക്ക് വരിക കേട്ടോ. Activity 3, Script. The Nature Club of Rebecca School has decided to conduct a short film festival on climate change. റബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് മെമ്പേഴ്സ് എന്ത് ചെയ്തു? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മോർണിംഗ് അസംബ്ലിയിൽ പറയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. We, the Zambia Girls Academy, has decided to conduct short film festival on climate change at the school auditorium on January 2nd, 2025, 10 a.m. to 1 p.m. The chief of the Maasai community will inaugurate the fest. We, the nature club members, inviting you all. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഏകദേശം ഒരു അനൗൺസ്മെന്റ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് പ്രോഗ്രാം, അതുപോലെ എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് ടൈമാണ് നടക്കുന്നത്, ആരാണത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും അനൗൺസ്മെന്റിൽ വരണം. ഓക്കെ, ബാക്കി ഗ്രാമർ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഗ്രാമറിലെ മിസ്റ്റേക്സ് വന്നാൽ കൂടി ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും? പോയിന്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Activity 4, Newspaper Report. The Eco Club in your school planted saplings on the school premises and distributed saplings to the students on World Environmental Day. A rally was also held to make the people aware of the need to conserve water. The program was inaugurated by the board member. Prepare a news report. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വേൾഡ് എൻവയോൺമെന്റ് ഡേയില് നിങ്ങളുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് മെമ്പേഴ്സ് എന്ത് ചെയ്തു? വൃക്ഷ തൈകളൊക്കെ വിതരണം ചെയ്തു. മാത്രമല്ല നമ്മളുടെ വാട്ടർ കൺസേർവ് ചെയ്യുന്നതിനെ കുറിച്ച്, വെള്ളം സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊരു റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഒരു ന്യൂസ് പേപ്പറിൽ വരികയാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് വേണം എഴുതാൻ. എന്നിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. വേൾഡ് എൻവയോൺമെന്റ് ഡേ വിത്ത് ബോയ്സ് സ്കൂൾ മലപ്പുറം. The boys' school Malappuram celebrated World Environment Day with so many activities. The Eco Club students planted saplings on the premises and they also distributed saplings to the students. The program was inaugurated by the ward member Sri Devi. Rally was also held to make the people aware of the need to conserve water. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ഔട്ട്ലൈൻ വരയ്ക്കണം, പിന്നെ ഒരു ഹെഡിങ് കൊടുക്കണം, പിന്നെ ഏത് പ്ലേസിലാണോ നടക്കുന്നത് ആ പ്ലേസ് എഴുതണം. ഇവിടെ കണ്ടോ മലപ്പുറം. പിന്നെ എവിടെയാണ് ഇത് നടക്കുന്നത്? ഇൻ ദ ബോയ്സ് സ്കൂൾ മലപ്പുറം. സെലിബ്രേറ്റഡ് വേൾഡ് എൻവയോൺമെന്റ് ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. ഓക്കെ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ദ എക്കോ ക്ലബ് സ്റ്റുഡൻസ് പ്ലാന്റഡ് സാപ്ലിംഗ് ഓൺ ദ പ്രൊമൈസസ്. അപ്പോൾ ഈ പരിപാടിയിൽ എന്ത് ചെയ്തു? എക്കോ ക്ലബ് സ്റ്റുഡൻസ് വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. ആൻഡ് ദേ ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിംഗ്സ് ടു ദ സ്റ്റുഡന്റ്. കുട്ടികൾക്ക് വൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ വാർഡ് മെമ്പർ. ആരാണ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്? രവി എന്ന് പറയുന്ന വാർഡ് മെമ്പർ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എന്ന് എഴുതണം. പിന്നെ നിങ്ങൾക്ക് ഫെലിസിറ്റേഷൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആശംസകളൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഴുതാട്ടോ. റാലി വാസ് ഓൾസോ ഹെൽഡ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ഓഫ് ടു കൺസേർവ് വാട്ടർ. വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊരു റാലിയും നടത്തി. അപ്പൊ അതും നമുക്ക്
നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ കാര്യമാണ്, അപ്പോൾ എല്ലാം പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഓക്കെ, വാസ്, വേർ എന്നുള്ള പാസ്റ്റ് ടെൻസിലായിരിക്കണം എല്ലാം, അത് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, കോൺവെർസേഷൻ. The little blue engine helped the little train and she continued the journey. ലിറ്റിൽ ബ്ലൂ എഞ്ചിന് നമ്മളുടെ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്ത സ്റ്റോറി നമ്മൾ വായിച്ചല്ലോ, ഓർക്കുന്നില്ലേ? ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ്സ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. ആ സമയത്ത് ലിറ്റിൽ ട്രെയിൻ ജേർണി ചെയ്യുന്ന സമയത്ത് ഷൈനി ന്യൂ എഞ്ചിനെ കാണാനിടയായി. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അപ്പൊ ഷൈനി ന്യൂ എഞ്ചിൻ എന്ത് വിചാരിച്ചു, ഇവന് ശരിയായോ എന്ന് കരുതിയിട്ട് സർപ്രൈസ് ആയി അല്ലെ. എങ്ങനെയാണ് ആരവനെ ഹെൽപ്പ് ചെയ്തത് എന്നറിയാതെ സർപ്രൈസ്ഡ് ആയി. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. ആ സമയത്ത് ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും, അവരെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് എഴുതേണ്ടത്. നോക്കാം. ഷൈനി ന്യൂ എഞ്ചിൻ, ഹേ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ലിറ്റിൽ ട്രെയിൻ, ഹായ് നൈസ് ടു മീറ്റ് യു. ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സംവൺ. എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് സഹായം ലഭിച്ചു. ഷൈനി ന്യൂ എഞ്ചിൻ, ഹൂ ഹെൽപ്ഡ് യു? നിന്നെ ആരാ സഹായിച്ചത്? ലിറ്റിൽ ട്രെയിൻ, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. എന്നെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ആണ് സഹായിച്ചത്. ഷൈനി ന്യൂ എഞ്ചിൻ, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ലിറ്റിൽ ബ്ലൂ എഞ്ചിനോ? ഹൗ കുഡ് ഷീ ഹെൽപ്ഡ് യു? അവളെങ്ങനെയാണ് നിന്നെ സഹായിച്ചത്? ലിറ്റിൽ ട്രെയിൻ, യെസ് ഷീസ്. അതെ, ലിറ്റിൽ ബ്ലൂ എഞ്ചിന് തന്നെയാണ്. ഷീ പുൾഡ് മീ വിത്ത് ഓൾ ഹെർ സ്ട്രെങ്ത്. അവളുടെ മുഴുവൻ ശക്തിയും എടുത്ത് എന്നെ പുൾ ചെയ്തു. ആൻഡ് വി റീച്ച് ദ മൗണ്ടൻ. അങ്ങനെ ഞങ്ങൾ മൗണ്ടനിലെത്തി, മലയുടെ മുകളിലെത്തി. ഷൈനി ന്യൂ എഞ്ചിൻ, ഓ ഐ കാൺട്ട് ബിലീവ് ദിസ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലിറ്റിൽ ട്രെയിൻ, യു ഹാവ് ടു ബിലീവ്. നീ എന്തായാലും വിശ്വസിക്കണം. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഈസ് വെരി കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ആൻഡ് ഷി ഹാസ് എ ഹെൽപ്ഫുൾ മൈൻഡ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ നല്ല ഹൃദയത്തിനുടമയാണ്, അവൾക്ക് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സുമുണ്ട്. ഷൈനി ന്യൂ എഞ്ചിൻ, ദാറ്റ്സ് ഗ്രേറ്റ്. എനിവേ ഐ എം ഹാപ്പി ടു സീ യു. എന്തായാലും അത് നന്നായി, എനിക്ക് നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമായി. ലിറ്റിൽ ട്രെയിൻ, ഓക്കെ സീ യു ലേറ്റർ, ബൈ. ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോകുന്നു. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ മക്കളെ, ഈ ഏകദേശം ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു റീഡിംഗ് കോംപ്രഹെൻഷനും എഡിറ്റിങ്ങും കോൺവെർസേഷൻ, ന്യൂസ് റിപ്പോർട്ട്, അതുപോലെ വേറെന്തായിരുന്നു എഴുതിയത്, അനൗൺസ്മെന്റ്, ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. ഇനി അതുപോലെ പ്രൊഫൈല്, ഡയറി, ലെറ്റർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ ഒരു മോഡലായിട്ട് എഴുതാട്ടോ, മോഡൽ പേപ്പർ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്